ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. മൂന്നാം ഇടം നൽകുന്ന രാജയോഗം, ഈ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോണത്. അതിനു മുമ്പ് പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ 300-ലധികം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആസ്ട്രോളജിയുടെ വീഡിയോകളും ഉണ്ട്. കേരള ആസ്ട്രോളജിയിലെ ഹോരശാസ്ത്രം, ബൃഹജ്ജാതപത്തി, സാരാവലി, ഫലദീവ, പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പത്തി എന്നീ വേണ്ടുന്ന സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ള ശ്ലോകങ്ങളും പാട്ടുകളൊക്കെ ഉൾപ്പെടെ ഒത്തിരി വീഡിയോകളുണ്ട്. കൂടാതെ തമിഴ് ആസ്ട്രോളജിയിലെ കോമൺ ആയിട്ടുള്ള പല ടിപ്സുകളും പറഞ്ഞിട്ടും പെട്ടെന്ന് ഫലം കാണാൻ, പെട്ടെന്ന് ലോജിക്കലി ഫലം കാണാനുള്ള പല മെത്തേഡുകളും ഈ ചാനലിലുണ്ട്. അതുമാത്രമല്ല സ്പെഷ്യൽ ആയിട്ടുള്ള യോഗി, മുടക്ക്, തിരിശൂന്യം, ഇങ്ങനെയൊക്കെയുള്ള പല കാൽക്കുലേഷനും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ പല വെറൈറ്റീസ് ഓഫ് അസ്ട്രോളജിക്കൽ മെത്തേഡിലുള്ള കാൽക്കുലേഷനുകളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ഇതിൽ എന്താണ് ഇയാൾ പറയുന്നത്, വളരെ സില്ലി മാറ്റേഴ്സ് ആണെന്ന് ചിന്തിച്ചു പോകാതെ മുന്നേ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് ബാക്കി എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ലെവലിലേക്ക് ചിന്തിക്കാനുള്ള ടിപ്സുകളാണ് ഇതിൽ പറയുന്നത്. മൂന്നാം ഭാവം കൊണ്ട് നിങ്ങൾക്ക് രാജയോഗം വരും. ഇതാണ്. അപ്പോ സാധാരണ ഇതിൽ മൂന്നാം ഭാവം പറയണ എന്താ? ധൈര്യം, വീര്യം ച ദുർബുദ്ധി, സഹോദര പരാക്രമോ, ദക്ഷകർമ്മഞ്ച സഹായോ, ചിന്തനീയം തൃതീയത എന്ന് പറഞ്ഞിട്ട് സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശ്ലോകം. ധൈര്യം, സോദര, യുദ്ധശരണകർണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന നമ്മളുടെ ഉത്തര കലാമൃതം എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ 33ഓളം കാരകത്വങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ധൈര്യം, വീരഞ്ച ദുർബുദ്ധി, സഹോദര പരാക്രമം, ദക്ഷകർണഞ്ച സഹായം എന്ന് പറഞ്ഞിട്ട് 8-9 കാരകത്വങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ പ്രശ്നം ചിന്തിക്കാൻ പറയണ. എന്നാൽ മൂന്നാം ഭാവത്തിന്റെ കാരകത്വങ്ങൾ ഒട്ടനവധിയാണ്, ഒടുങ്ങാത്തതാണ്. ഇത് നമ്മൾ റീസണബിളി ലോജിക്കലി ആലോചിച്ച് നോക്കണം. അല്ലാതെ പോയിട്ട് ശ്ലോകം ചൊല്ലിയിട്ട് ഒയ്യോ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരൻ, പരാക്രമം ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് ഉറവുകളെ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ ബ്ലഡ് റിലേഷൻഷിപ്പ് ഉള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സഹോദരൻ എടുക്കണം എന്ന് ഉടൻ തന്നെ നമുക്ക് ചിന്തിക്കാൻ ഒരു ഇത് വരണം. അതല്ലെങ്കിൽ മുയർച്ച സ്ഥാനമാണ് മൂന്നാം ഇടം. ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ മൂന്നാം ഇടത്ത് ചിന്തിക്കണം. നമ്മളൊരു ചെറിയ ദൂരം യാത്രകൾ നടത്തുകയാണെങ്കിൽ മൂന്നാം ഇടത്തെ ചിന്തിക്കണമെന്നും, എവിടെയെങ്കിലും പോയിട്ട് ഹാൾട്ട് ചെയ്യുന്ന സ്ഥലം, ലോഡ്ജുകൾ, ഇങ്ങനെ പല വിഷയങ്ങൾ മൂന്നാം ഇടത്തെ പറ്റി ചിന്തിക്കണം. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാം ഇടം എങ്ങനെയാണ് രാജയോഗം നൽകുന്നത്? 3, 6, 10, 11 എന്ന് പറയുന്ന ഇടങ്ങള് നിങ്ങൾക്കറിയാം ഉപജയ സ്ഥാനമാണ്. എന്താ പറയണ? ഉപജയം. അതുകൊണ്ട് തന്നെ ജയിക്കാനായിട്ട് ഉള്ള ഉപാധിയാണ് ഉപജയം. 3, 6, 10, 11 നിങ്ങൾ നോക്കിക്കോ. മൂന്നാം ഇടം മുയർച്ചി എന്നാൽ എഫേർട്ട് ഓർ ഹാർഡ് വർക്ക് എന്ന് എടുക്കണം. ഹാർഡ് വർക്ക്. മൂന്നാം ഇടം എഫേർട്ട് ഓർ ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ 6-ാം ഇടം നോക്കിയേ. 6-ാം ഇടം എന്ന് പറഞ്ഞാൽ രോഗം എന്നെടുക്കരുത്. ഞാൻ പറഞ്ഞിട്ട് തമിഴ് അസ്ട്രോളജിയിൽ തൊഴിൽ അഥവാ തൊഴിലല്ല, ജോലി എടുക്കേണ്ടത്, വേലയെന്ന് എടുക്കേണ്ടത് 6-ാം ഇടം. 10-ാം ഇടമാണ് തൊഴിൽ അഥവാ ഒരു കാര്യം ചെയ്യുമ്പോഴുള്ള ജോബ് വർക്കൊക്കെ എടുക്കുന്ന 10-ാം ഇടം. 11-ാം ഇടം എല്ലാത്തിന്റെയും ആദായ സ്ഥാനമാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന മൂന്നാം ഭാവം വരുന്നുണ്ട്. അതില് വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന 6-ാം ഇടം വരുന്നുണ്ട്. ഒരു സംരംഭം അത്യാവശ്യം വലിയ നല്ലൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്ന 10-ാം ഇടം വരുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പണം വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 11-ാം ഇടം വരുന്നുണ്ട്. പണസ്ഥാനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപജയമാണ്. ജയിക്കണമെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യുന്ന 6-ാം ഭാവം വരണം. അത് കുറച്ചും കൂടി ബിസിനസ് ആക്കുന്ന 10-ാം ഭാവം വരണം. പിന്നെ 11-ാം ഭാവം വരണം. അതാണ് ഉപജയ സ്ഥാനത്തിന്റെ ഒരു രഹസ്യമായിട്ട് പറയുന്നത്. അപ്പൊ മൂന്നാം ഇടം എന്ന് പറയുന്ന ഉപജയത്തിൽ പെട്ടതാണ്. കുറെ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോ ഈ മുയർച്ച സ്ഥാനം, ഈ മൂന്നാം ഇടത്തിന്റെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മിഥുന രാശിയാണ് കാലപുരുഷന്റെ മൂന്നാം ഇടം. ഇത് തുറക്കപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാലപുരുഷന്റെ തലയിൽ രാശിചക്രമൊക്കെ വരച്ച് ഞാൻ കാട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ മൂന്നാം ഇടം എന്ന് പറയുന്നത് ചന്ദ്രകലയിലെ അതിസൂക്ഷ്മമായിട്ടുള്ള പ്രാണനെ ഉൾക്കൊണ്ടുവരുന്ന ഒരു ഇടമാണ് മൂന്നാം ഇടം. അതുകൊണ്ട് തന്നെ ഇത് ഒരു എഫേർട്ടോട് കൂടിയ സ്ഥാനമാണെങ്കിലും ക്രിയേറ്റിവിറ്റിയെ കാണിക്കുന്ന ഒരു സ്ഥാനമാണ്. മൂന്നാം ഇടം മിഥുന രാശിയുടെ ഫലം പറയുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലൗകികതയിലുള്ള ജീവിതം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടികൾ, പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടികൾ,
അങ്ങനെയൊക്കെ പലതും എടുക്കണം. കാര്യം ഇതിന്റെ അധിപൻ ബുധനാണ്. ബുധൻ ആണ് കാണിക്കുന്നത് പ്ലാനിങ് ഓർഗനൈസിങ് ഇത്തരം കാര്യങ്ങള് ബുധനാണ്. അതായത് പ്ലാൻ പണി എന്നെ പണിയാലും പ്ലാൻ പണി പണണം എന്ന് പറയില്ലേ തമിഴില് എന്ന് പറഞ്ഞ മാതിരി പ്ലാനിങ്ങിന്റെ സ്ഥാനം കൂടിയാണ് മൂന്നാം ഭാവം. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ പ്ലാൻ എനി ടൈപ്പ് ഓഫ് പ്ലാനിങ്. ഇപ്പൊ മിഥുന രാശിയുടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യകടി നിർമുദനം സഗതം സവീണം ചാപി നരോശ്വചകനോ മകരോ മൃഗാസ്യ തൗലി സസ്യ ദഹന പ്ലവകാചകന്യ ശേഷാസ്വനാമ സ്വചരാചർ സർവേ എന്ന് പറഞ്ഞു പോകുന്നതിൽ ഇതിൽ ദശാധ്യായി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മിഥുന രാശി ദശാധ്യായിൽ എത്ര പറയണ്ടോന്ന് എനിക്കറിയില്ല. ദശാധ്യായില് പറയുന്ന ആ വ്യാഖ്യാനത്തിൽ പറയുന്ന മിഥുന രാശിയുടെ ഒരു ബലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആണും പെണ്ണും നിൽക്കുക എന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ്. ഒരു ഫാമിലിയെ എത്തരത്തിൽ കൊണ്ടുപോകണം, പ്ലാൻ ചെയ്ത് എങ്ങനെ സ്വന്തം ഫാമിലിയെ വിജയിപ്പിക്കണം എന്നുള്ള കാര്യം കൂടിയിട്ട് ഇതിലുണ്ട്. രണ്ടാം ഭാവമാണ് മൂന്നാം ഭാവം. കുടുംബത്തിന്റെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബം, ഫാമിലി. അതിന്റെ രണ്ടാം ഭാവം അതിന്റെ ധനസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവത്തിന്റെ രണ്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലിയിൽ ധനം വന്നെങ്കിൽ അതിന് ഇവിടെ പോയിട്ട് മുയർച്ച എഫോർട്ട് എടുത്ത് ധനം കൊണ്ടുവന്നാലേ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പോ കാലപുരുഷന്റെ മൂന്നാം ഭാവമായിട്ടുള്ള ബുധൻ പ്ലാനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, എഫോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്ലാൻ ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃത്യമായ തരത്തിൽ ഉള്ള ലൗകിക ജീവിതം. ബുധന് കാതൽ എന്നുള്ളൊരു ഇതുണ്ട്, പ്രണയം എന്നുള്ളത് ബുധന്റെ ഒരു കാരകത്വം കൂടിയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് പ്രണയം ഉണ്ടാവും എന്ന് പറയുന്നത് ഇതൊക്കെ ലോജിക്കലി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാണ്ട് പ്രമാണം ഈ പറയുന്ന മാതിരി അങ്ങോട്ട് കാണാണ്ട് പഠിച്ചെന്ന് വെച്ചിട്ട് പിന്നെ ഡീകോഡ് ചെയ്യാനായിട്ട് സംസ്കൃതത്തിലുള്ള സാധനം മലയാളത്തിലേക്കാക്കി പറയേണ്ടി വരും. അപ്പൊ തമിഴില് ഞാനൊക്കെ തമിഴില് കുറെ ഐ ഓൾവേസ് ലൈക്ക് ടു ടെൽ ദാറ്റ് ഐ എം എ ഹാഫ് തമിഴൻ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം തമിഴും ഏകദേശം ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് സംസ്കൃതത്തിൽ ആക്ച്വലി I can easily understand and interpret Sanskrit very well, but even that I am talking in English, I have no problem talking English with anybody else, even without thinking about it what I am talking to. ഞാനിത് ഇംഗ്ലീഷിൽ തട്ടിവിടുന്നതല്ല, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഞാൻ മലയാളം പറയണ പോലെ തന്നെ ചിന്തിക്കാണ്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും. സംസ്കൃതവും ഏകദേശം പറ്റുമെങ്കിലും സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമാണം പഠിച്ചു വെച്ചിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സമയം ഡിലേ വരും. അപ്പൊ അതായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം. അതായിട്ട് തന്നെ അതാ പറയുന്നത്. ബുധൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബുധൻ ഉയർച്ചയാണ്, പ്ലാനിങ് ആണ്, വിദ്യയാണ്, വളരെയധികം ഡീപ്പായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ബുധന്റെ ഈ രാശി തുറന്നിട്ടേക്കണ രാശിയാ ബുധന്റേത്. മിഥുന രാശി തുറന്നിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാവൽക്കാരായിട്ട് ആരുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആരും ഉച്ചമാവുന്നില്ല, നീചമാവുന്നില്ല. ഉച്ചവും നീചവുമാവുന്നില്ല. ഉച്ചം എന്ന് പറഞ്ഞാല് ഒരു ഉന്നതമായിട്ടുള്ള ഒരു ഇടം അല്ല ഈ മിഥുന രാശി ബുധന്റെ ഇടം. ഒരു നീചമായിട്ടുള്ള ഇടമല്ല. ഉച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരാൾക്ക് ഒരു ഹയസ്റ്റ് പൊസിഷൻ മാക്സിമം എത്താനുള്ള ആ ഒരു ലെവലുണ്ട്. ഇപ്പൊ മേഷരാശി ആണെങ്കിൽ അവിടെ സൂര്യൻ ഉച്ചയാവുന്നു എന്ന് പറഞ്ഞാൽ ആ സൂര്യന്റെ ഉച്ചത്വം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഹയസ്റ്റ് ഇല്ല. മാക്സിമം ആ ഒരു ഉച്ച ലെവൽ അവിടെ കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് മാക്സിമം ഇവിടെ ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു PM പ്രധാനമന്ത്രി ആവാം അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇത് വരുന്നു. പക്ഷെ അതൊക്കപ്പുറം ഉള്ള എനിത്തിങ് എൽസ് ബിയോണ്ട് ദ ലെവൽ ഓഫ് എനി സ്ട്രക്ചർ എന്ന് പറയുന്ന രീതിയിലാണ് ഈ രാശി തുറന്നിട്ടേക്കുന്ന രാശി. അതുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുത്ത് മുയർച്ചിച്ച് എന്തോ അത് കാലവൃക്ഷം നൽകുന്ന ഒരു ഫിലോസഫിയും കൂടിയാണ്. നിങ്ങളുടെ ട്രയൽസ്, നിങ്ങളുടെ ജാതകം എത്ര പൊട്ട ജാതകമായാലും നിങ്ങൾ വീണ്ടും ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥാനം കൂടിയാണ് മൂന്നാം ഭാവം. കാര്യം ഇവിടെ മൂന്നാം ഭാവത്തിന്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് കാലപുരുഷന്റെ മൂന്നാം ഭാവം ബുധനാണ്. ഇവിടെ നിങ്ങൾ ദ്വിമണി അമരമന്ത്രി ഭൂസുത എന്നും മൂന്നാം ഭാവത്തിന്റെ കാരകത്വം എടുക്കുമ്പോൾ മൂന്നാം ഭാവത്തിൽ വരുന്ന സഹോദര കാരകത്വം മാത്രമാണ് അതെന്ന് എടുക്കണം. മൂന്നാം ഭാവത്തിൽ വരുന്ന പ്രണയ കാരകത്വം വരുന്ന ബുധന് പോവും. ദുർബുദ്ധിയുടെ കാരകത്വം വരുന്നത് രാഹുവിനാണ്. സഹോദര കാരകത്വം വരുന്നത് ചൊവ്വയ്ക്കാണ്. പരാക്രമ കാരകത്വം വരുന്നത് ചൊവ്വയ്ക്കാണ്. അപ്പൊ ഒരു ഇതിൽ നിങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ദ്വിമണി രാമരമന്ത്രി ഭൂസുവ സോമസ്വാമി ഗുരു ഇനതനയാരോ ഭാർഗവോ ഭാൻപുത്ര എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാല് that is an indication that you are in a circle of thought related to astrology. നിങ്ങൾ ആ വട്ടത്തിൽ കിടന്ന് കളിക്കത്തുള്ളൂ. കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ
if you are trying to get beyond the limitations of astrology in a level of its sloga structure, you have to think more logically. ഇതൊക്കെ സാധാരണ ഗുരുക്കന്മാർ പഠിപ്പിക്കണം. ഞാൻ എൻ്റെ ബ്രെയിനിൽ നിന്ന് എടുത്തിട്ട് തട്ടി വിടുന്നതല്ല. ഇത് ആ ഒരു ലെവല് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഈ മൂന്നാം ഭാവം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ മൂന്നാം ഭാവത്തിലിരിക്കുന്ന ബുധൻ ഇതിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ രാജയോഗമാണോ? മുയർച്ചിപ്പോന് മാത്രമല്ല, മുടിഞ്ഞവനക്ക് മൂന്നാണ്, മൂന്നാനക്ക് മൂന്നാണ്, മുടന്തനക്ക് പോലും മൂന്നാണ്, മുടന്തുള്ളവന് പോലും മൂന്നാം ഭാവമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പല വീഡിയോകളിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എട്ടാം ഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ കെട്ടവനക്കും കിട്ടിയവനക്കും പെട്ടവനക്കും ഒക്കെ എട്ടെന്ന് പറഞ്ഞ് ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തില് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാം ഭാവത്തില് ഇപ്പൊ മേഷം രാശി ഇവിടെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് ബുധൻ. ഇവിടെ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി 3-ൽ ഇരുന്ന് കഴിഞ്ഞാല് ഇത് അത്യാവശ്യം നല്ല ലെവൽ ഓഫ് ഇത് കാണിക്കണതാണ്. കാരണം ഇത് ബുധന്റെ രാശിയില് ശനി എന്ന് പറഞ്ഞാൽ ബുധൻ പ്ലാൻ വിദ്യ, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ലെവലിലുള്ള ഹാർഡ് വർക്കും കർമ്മം ചെയ്യാനുള്ളതൊക്കെ കാണിക്കണം. മാത്രമല്ല കാലപുരുഷന്റെ 11ാം ഭാവം കുംഭമാണ്. കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിനെ കാണിക്കുന്ന ഇടമാണ്. അതാണ് കുടം കാണിക്കുന്നത്. പക്ഷെ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് കൂടി കാണിക്കണം. നിങ്ങൾ വേണ്ടുന്ന കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുടം പൊട്ടിയിട്ട് ഉള്ളതൊക്കെ ആ കുടത്തിലുള്ളതൊക്കെ താഴ്ത്തേക്ക് പോകും എന്നുള്ള ഒരു ഹിന്റും കൂടി അവിടെ കാണിക്കുന്നുണ്ട്. എങ്കിലും 11ാം ഭാവാധിപൻ വന്ന് 3-ൽ ഇരുന്ന് കഴിഞ്ഞാൽ മേഷം രാശിക്ക് രാജയോഗം കാണിക്കുന്നുണ്ട്. വൃഷഭ രാശിക്ക് മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ കർക്കി രാശിയില് 11ാം ഭാവാധിപൻ വന്നിരുന്നു കഴിഞ്ഞാല് 11ാം ഭാവാധിപനുള്ള ഗുരു ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മഹത്തരമായിട്ടുള്ള രാജ്യവുമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ഭാവമാണ്. ചന്ദ്രന്റെ ഭാവം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള ഒരു ഫേം തുടങ്ങുക, പുതിയതായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുക, ട്രാവൽ ചെയ്തിട്ടുള്ള ജോബുകൾ തുടങ്ങുക, ലോജിസ്റ്റിക്സ് ഫീൽഡ് ഉള്ള ജോബുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ വൃഷഭ രാശിക്ക് മൂന്നാം ഭാവം. 11ാം ഭാവാധിപൻ ആയിട്ടുള്ള വ്യാഴം, സമ്പത്ത് കാരകനായിട്ടുള്ള വ്യാഴം വന്നിട്ട് 3-ൽ ഇരുന്ന് കഴിഞ്ഞാൽ സമ്പത്തിനെ നൽകും എന്നുള്ളതും, ഉച്ചരാശിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാജയോഗത്തെ നൽകുമെന്നും കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. മിഥുന രാശിക്ക് സൂര്യൻ ആണ് മൂന്നാം ഭാവാധിപൻ. 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ൽ ഇരുന്ന് കഴിഞ്ഞാല് അതും നല്ല സ്ഥാനമാണ്. കാരണം വെപ്പഗ്രഹത്തോട് കൂടിയിരുന്നു കഴിഞ്ഞാല് ഒരേ തന്മയുള്ളതിനാല് ഡെവലപ്മെന്റ് നൽകും. പ്രത്യേകിച്ചും ജിം ട്രെയിനിങ്, മാർഷൽ ആർട്സ് ട്രെയിനിങ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും, വളരെ അധികം റിസ്ക് ഉള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും, പോലീസ് പട്ടാളം മുതലായ ഫീൽഡിലുള്ള ആളുകൾക്കാണെങ്കിലും ഇത് വളരെയധികം ഹൈ ലെവൽ നൽകും, രാജയോഗത്തെ നൽകും. ഇത്തരത്തില് ഈ 3 രാശികളിൽ ഞാൻ ഹിന്ദികൾ പറഞ്ഞു. പക്ഷെ എല്ലാ രാശിയിലും ഇങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഞാൻ വാലറ്റം പിടിച്ചുകൊണ്ട് പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. ഈ 3 രാശികളിലും 11ാം ഭാവാധിപൻ 3-ൽ ഇരിക്കുന്ന രാജയോഗത്തെ നൽകുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിലും നൽകണമെന്നില്ല. അപ്പൊ മുതിർന്നവനക്ക് 3 എന്ന് പറയുന്ന തിയറി ഇവിടെ ആപ്ലിക്കബിൾ ആവുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് ഞാൻ കാട്ടിയത്. എത്ര പറഞ്ഞാലും ഒരാൾ ഹാർഡ് വർക്ക് വീണ്ടും ചെയ്യുകയാണെങ്കിൽ, ലൈഫിൽ വിജയിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കെയർഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ആ ഹിന്ദികളൊക്കെ ഞാൻ പറഞ്ഞു, ഉള്ളതിനെ നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ ആലോചിച്ച്, വളരെ പ്ലാൻ ചെയ്ത്, വളരെ ആളുകളായിട്ട് കോപ്പറേറ്റ് ചെയ്ത്, ബുധന്റെ സ്വഭാവമാണ്, ആളുകളായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ശത്രുത വരുത്താത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ സക്സസ് ഉണ്ടാവുമെന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് നിർത്തിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായിരുന്നു.